ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ട് കാണുന്ന സ്റ്റോറീസിൽ, ഇൻസ്റ്റഗ്രാം പോസ്റ്റിലും സ്റ്റോറീസിലും കാണുന്ന ഒരു സൺലൈറ്റ് എഫക്റ്റ് നിങ്ങളുടെ ഫോട്ടോസിൽ എങ്ങനെ സിമ്പിളായിട്ട് കൊണ്ടുവരാമെന്നാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ സൺലൈറ്റ് എഫക്റ്റ് ഒറ്റ ഒരു ക്ലിക്കിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. കുറേ പേര് ഓവർലൈസ് ഒക്കെ യൂസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലായോ ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷൻ സഹായത്തോടെ ഒറ്റൊരു ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൺലൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്ലേ സ്റ്റോറിലാണെങ്കിൽ ആപ്പ് സ്റ്റോർ, നിങ്ങൾ ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും ഏതാണ് നിങ്ങളെ പ്ലേ സ്റ്റോറിൽ യൂസ് ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് LD എന്ന് സെർച്ച് ചെയ്താണ് ആപ്ലിക്കേഷൻ. ജസ്റ്റ് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇതിൽ കുറച്ചും ഫ്രീ ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ക്രാക്ക് ആണെങ്കിലും ഗൂഗിളിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ബാക്കി ഇത് കിട്ടാൻ പെയ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പെയ്ഡൊന്നും യൂസ് ചെയ്യുന്നില്ല. സൺലൈറ്റ് എഫക്റ്റ് നമുക്ക് വളരെ പെയ്ഡൊന്നും ഇല്ലാതെ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. ഇവിടെ ബിഗിൻ എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ഫോട്ടോ നിങ്ങൾ ഒരിക്കലും സെലക്ട് ചെയ്ത് നിങ്ങൾ ഇൻഡോർ ഫോട്ടോ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഔട്ട്ഡോറിൽ നിന്ന് എടുത്തിട്ടുള്ള നല്ല ഫോട്ടോസ് മാത്രം സെലക്ട് ചെയ്യുക. എന്നാൽ ഇതിൽ ആഡ് ചെയ്ത ഒരു മാച്ച് ഉണ്ടാവും. കുറേ പേര് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ എല്ലാ ഫോട്ടോത്തിലും ആഡ് ചെയ്തിട്ട് അത് ഒരു വൃത്തിയില്ലാത്ത രീതിയിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ മാച്ച് സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ച് പ്രീസെറ്റ്സ് കാര്യങ്ങൾ ലെറ്റ്സ് പോലെ കുറച്ച് പ്രീസെറ്റ്സ് ഇതിൽ കാണാൻ പറ്റുക. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് വേണ്ടവർ. ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. നേരെ നമ്മളിവിടെ ലൈറ്റ് എന്നൊരു സെക്ഷനിലാണ് നമ്മുടെ ഓരോ എഫക്റ്റ് വരുന്നത്. ഇവിടെ കുറച്ച് ലൈറ്റ്സ് ഫ്രീ ഉള്ളൂ, ബാക്കി ഫുൾ പെയ്ഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് കിട്ടുന്ന 2 ലൈറ്റ് തന്നെ നമുക്ക് ധാരാളമാണ്. അതിൽ വൈറ്റ് കിട്ടും, അതുപോലെ തന്നെ സൺലൈറ്റ് കിട്ടും. അപ്പോൾ വൈറ്റ് ലൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സൺലൈറ്റ് തന്നെ യൂസ് ചെയ്യാം. മാക്സിമം ഈ ഒരു ഫോട്ടോയിൽ എനിക്ക് തോന്നുന്നു സൺലൈറ്റ് ആണ് മാച്ച് വരുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായി ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിട്ടും അല്ലെങ്കിൽ തന്നെ പിൻ ചെയ്തിട്ടും അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സൈഡിലോട്ട് കൊണ്ടുവെക്കാണ്. നിങ്ങൾക്ക് മുകളിൽ നിന്ന് വെക്കാം. അത് നിങ്ങളുടെ ഫോട്ടോത്തിൻ്റെ ഏതാണ് ഫോട്ടോത്തിന് മാച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സൺലൈറ്റിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രൈറ്റ്നസ് കൂടുന്ന ബ്രൈറ്റ്നസ് കൂട്ടാം. അതുപോലെ തന്നെ ഒപ്പാസിറ്റി, മെയിനായിട്ട് ഒപ്പാസിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ ജസ്റ്റ് ഒപ്പാസിറ്റി കൂട്ടാം അല്ലെങ്കിൽ കുറക്കാൻ. ഞാൻ ഇവിടെ ജസ്റ്റ് ഫുള്ള് തന്നെ വെക്കുകയാണ്. പിന്നെ അതിന് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാൻ കൂടുതൽ ബോറാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ ഫോട്ടോൻ്റെ ഒരു ജസ്റ്റ് ബിഫോർ ആഫ്റ്റർ ആണ്. ഇതാണ് ബിഫോർ ആഫ്റ്റർ. ഇപ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്കിലോട്ട് ഒരു പിക്ക് മാറിയിട്ട് നിങ്ങൾ കാണാൻ പറ്റും. സൺലൈറ്റ് വന്നതിന് ശേഷം ജസ്റ്റ് കാണാം ബിഫോർ ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ ഒരു ടിക്കറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് എക്സ്പോർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗാലറിയിലോട്ട് എക്സ്പോർട്ട് ആകുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടന്റിനെ പറ്റി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ ഗുഡ് ബൈ.